ഞാൻ കുറച്ച് കോട്ടൺ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഒരുപാട് നാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തോളം ആകാൻ പോകുന്നു. കഴിഞ്ഞ ചെറിയ പെരുന്നാളിനായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ കുറച്ച് റേറ്റ് കുറവിലുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ കണ്ടപ്പോഴേക്കും ഞാൻ എടുത്ത് വെച്ചിരുന്നതായിരുന്നു. എടുത്ത് വെച്ച കൂട്ടത്തിൽ ഒരു 5 സെറ്റെങ്കിലും കാണും മെറ്റീരിയൽ. പക്ഷേ അത് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ടൈം ഞാൻ കണ്ടെത്തുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ കണ്ണീറിലും പ്രാക്കിലും ഒന്നും ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ എനിക്കതൊക്കെ വിശ്വാസമായിട്ട് തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ ഒരു ടേസ്റ്റ് പെട്ടെന്നുണ്ടായതല്ല. ഞാൻ ചെറുതിലേ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു കേട്ടോ. ഏകദേശം പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ടെന്തോ ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അതെനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയതല്ല. എൻ്റെ ഉമ്മി ഒരു തയ്യൽക്കാരിയായിരുന്നു കേട്ടോ. ഉമ്മി ചെയ്യുന്നത് കണ്ട് എനിക്കതിനോടൊരു ഇഷ്ടം തോന്നി. കൂടെ ചെന്ന് നിന്ന് കണ്ട് പഠിച്ചാണ് കേട്ടോ ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. എന്തോ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തയ്യൽ മെഷീൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഉമ്മിയുടെ ചെറുപ്പത്തിലേ ഉമ്മി തയ്യൽ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ മെഷീനൊക്കെ വാങ്ങി ഉമ്മി തയ്ക്കാൻ തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഉമ്മി ചെയ്യുന്നത് കണ്ട് നിന്ന് പഠിച്ചതാണ് ഞാൻ. അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്കിഷ്ടപ്പെടുന്ന ഡിസൈനിലും എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലും ഞാൻ സ്റ്റിച്ച് ചെയ്തിടുമായിരുന്നു കേട്ടോ. എൻ്റെ കൺമുന്നിൽ ഒരു മെറ്റീരിയൽ കണ്ടാൽ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തിടണം എന്നുള്ളൊരു മൈൻഡ് പെട്ടെന്ന് കയറി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് തന്നെ അങ്ങനെ അന്നത്തെ കാലത്ത് ഞാൻ ചെയ്യുന്ന ടൈമിൽ കൃത്യ അളവോ കാര്യങ്ങളോ മെഷർമെൻറ്റോ ഒന്നും എടുക്കാനൊട്ട് അറിയുകയില്ലായിരുന്നു. എന്നാൽ പറഞ്ഞു തരാനും ആരും ഇല്ലായിരുന്നു കേട്ടോ. ഉമ്മിക്ക് ആ ഒരു ഫീൽഡിലോട്ട് മക്കൾ വരുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഉമ്മി അത് ചെയ്ത് മടുത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഉമ്മി അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞു തരുത്തുമില്ലായിരുന്നു. കണ്ടു നിന്ന് പഠിച്ചൊരു അറിവിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്ന മെഷർമെൻറ്റും കാര്യങ്ങളും എൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് എൻ്റെ ഹൽദിക്കിട്ട ഡ്രസ്സ് പോലും ഞാൻ തനിയെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കണ്ണീറിൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ആ ഒരു മൈൻഡേ തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ കുറച്ച് തനിയെ ചെയ്തിടുമായിരുന്നു കേട്ടോ. ഞാൻ പുറത്തുള്ള ആർക്കും ഇതുവരെ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല. എനിക്കുള്ളതെല്ലാം ഞാൻ തനിയെ ചെയ്യുമായിരുന്നു. എനിക്കെന്തോ നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ ഡ്രസ്സാകുമ്പം ആരും ഒന്നും കുറ്റം പറയാനില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിടുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ കല്യാണത്തിന് ശേഷം എനിക്ക് അതിനുള്ളൊരു മൈൻഡ് പോലും തോന്നിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരിടത്ത് പോയിരുന്നു. അതും പാതി വഴിയിൽ നിർത്തി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതാണ് എന്തോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ തനിയെ അങ്ങ് ചെയ്ത് പഠിക്കാം. യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, അതിൽ കണ്ടൊക്കെ അങ്ങ് പഠിക്കാമെന്ന് കരുതി അതും അങ്ങനെ നിർത്തി. ഇപ്പം വേറൊന്നുമല്ല, പെട്ടെന്നൊരു തോട്ടിൽ ഇരുന്ന മെറ്റീരിയൽ എടുത്ത് ഒരു ഷോർട്ട് കുർത്തി തയ്ക്കാമെന്ന് തോന്നി. അങ്ങനെ തലേന്ന് രാത്രി ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിറ്റേന്ന് 1 മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ എടുത്ത് ഡീറ്റെയിലിംഗ് ഒന്നും കാണിക്കാൻ അറിയില്ല കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.